വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം പരിപ്പുണ്ട്. അത് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ഉള്ളി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ചേന, പച്ചക്കായ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു വിസിലെല്ലാം വരുമ്പത്തിന് റെഡിയായി കിട്ടും. ഞാനിവിടെ കുറച്ച് വെണ്ട, വഴുതന എല്ലാം കൂടി എടുത്തിട്ട് ഒന്ന് ഓയിലിൽ വഴറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ 3-4 പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൽ വെച്ചതെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു വിസിൽ തന്നെ വരുമ്പോഴത്തേന് വെന്ത് റെഡിയായി വരും. പരിപ്പെല്ലാം പെട്ടെന്ന് വേവുന്ന പരിപ്പാണ് ഈ റെഡ് കളറിലുള്ളത്. ഇനി അതിലേക്ക് ഈ വഴറ്റി വെച്ചിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒത്തിരി കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല. കയ്യിലുള്ള കുറച്ച് കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഞാനിവിടെ സാമ്പാർ റെഡിയാക്കുന്നത്. സാമ്പാർ റെഡിയാക്കണമെങ്കിൽ എല്ലാ കഷ്ണങ്ങളും വേണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചങ്ങ് കട്ടിക്കാണ് ഇരിക്കുന്നത് പരിപ്പെല്ലാം വെന്ത് വന്നപ്പോൾ. അപ്പോൾ അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം. ഇനി കുക്കറിൽ നിങ്ങൾക്ക് ഇനി വിസിലിട്ടിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ ചെറിയ രീതിയിൽ അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് ഇവിടെ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കായപ്പൊടിയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പുളിവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. സാമ്പാറിന് ഒത്തിരി അങ്ങോട്ട് പുളിയാവരുത്, എന്നാൽ കുറച്ച് പുളിയും വേണം. അതേപോലെ കുറച്ച് ശർക്കരപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി എന്തായാലും ഇട്ട് കൊടുക്കണം, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ സാമ്പാറിന്. നമ്മൾ ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ സാമ്പാറിൻ്റെ ഒക്കെ അതേ ഒരു ടേസ്റ്റ് കിട്ടും ഈ സാമ്പാറിനും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് എടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് കട്ടിക്ക് സാമ്പാർ എടുക്കരുത്. അങ്ങനെ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് കായപ്പൊടിയാണ്, ഓയിലിൽ കുറച്ച് കായപ്പൊടിയും കടുകും അതേപോലെ 2-3 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് വറവിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നല്ല ടേസ്റ്റുള്ളൊരു സാമ്പാറാണത്. ഇതേപോലെ തന്നെ കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കണം, എങ്കിലേ ഇഡ്ഡലി, ദോശ ഇതിലേക്കൊക്കെ നല്ല മാച്ചാണ്, അതേപോലെ ചോറിലേക്കൊക്കെ. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.